നമസ്കാരം. നമ്മുടെ ജയിലുകൾ നമ്മുടെ ഡി ജി പി ആയിരിക്കുന്ന ശ്രീജിത്ത് IPS അദ്ദേഹത്തിൻ്റെ ഒരു വലിയ രസകരമായ, അതല്ലെങ്കിൽ കേൾക്കുന്നവർക്കൊക്കെ ഒരു താല്പര്യം തോന്നുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. അതായത് മറ്റൊന്നുമല്ല, ജയിലുകളിൽ ഭക്ഷണത്തിൽ മാറ്റം വരുത്താനാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് മട്ടൺ തുടങ്ങിയ ആഹാര സാധനങ്ങൾ, മട്ടൺ, ബീഫ് തുടങ്ങിയ റെഡ് മീറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റേതായ ഒരു തീരുമാനം. നമുക്കറിയാം, ഈ ജയിലുകൾ എന്ന് പറയുന്നത് ഒരു തരം കറക്ഷൻ സെൻ്ററുകളാണ്. ഈ കറക്ഷൻ സെൻ്ററുകളിലേക്ക് എത്തുന്നത് നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ ഒരുപക്ഷെ സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സൗമ്യയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിൽ തടവിൽ കഴിയുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം, ജയിൽ ചാടി കടന്നുപോയ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരാളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം, ജയിലെന്ന് പറയുന്നത് ഒരു തടവറയല്ല. പലർക്കും അവരെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചത് അവരുടെ ജയിലിലേക്കുള്ള അവരുടെ കൂലി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം അവർക്ക് കിട്ടുന്ന കൂലിയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. അവർക്ക് നൽകുന്ന ഭക്ഷണം, പണ്ടുള്ളവരൊക്കെ പറയുമായിരുന്നു ജയിലിൽ പോയി ഗോതമ്പുണ്ട കഴിച്ച് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന്. എന്നാൽ ആ ഗോതമ്പുണ്ടയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ജയിലിൽ മൃഷ്ടാന്ന ഭോജനമാണ് എല്ലാവർക്കും കിട്ടുന്നത്. അതൊരു പക്ഷേ നമുക്ക് ഗോവിന്ദച്ചാമിയെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഗോവിന്ദച്ചാമിയുടെ ശരീരം അന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന തരത്തിലേ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. ഗോവിന്ദച്ചാമി അറസ്റ്റിലാവുന്ന സമയത്തും അതിനുശേഷം അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്തൊക്കെ അദ്ദേഹം വല്ലാതെ ശരീരമൊക്കെ നന്നായിട്ട് സ്റ്റൗട്ടായി, അതായത് നല്ല തടിയൊക്കെ വെച്ച് അത്യാവശ്യം മനുഷ്യപ്പറ്റ് ഉള്ള രീതിയിൽ അദ്ദേഹത്തെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ജയിൽ പുള്ളികൾക്കായിട്ട് നല്ല ആഹാരം കൊടുക്കണ്ട എന്നൊന്നും ഇപ്പോൾ പുതിയ ആളിന് ഇതൊന്നുമില്ല. അതായത് ശ്രീജിത്തിനും IPSനും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നുമില്ല. പക്ഷേ അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജയിൽ പുള്ളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യത്തിന് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അതായത് ഈ മട്ടൺ അങ്ങനെ തുടങ്ങിയ റെഡ് മീറ്റുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് DGPയുടെ പുതിയ നിർദ്ദേശം. പിന്നെ തന്നെയല്ല, ആരോഗ്യ പ്രശ്നം കൂടുതലാണ്. ഈ മട്ടൺ കൊടുക്കുമ്പോൾ, മട്ടന് ശരിക്കും നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് വിലയൊക്കെ നമുക്കറിയാം, വലിയ വില കൊടുത്തിട്ടാണ് ഈ മട്ടൺ വാങ്ങുന്നത്. അപ്പോൾ അത്രയും വില കൊടുത്ത് മട്ടൺ വാങ്ങി ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഒരു വിമർശന ബുദ്ധിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക്, അതായത് പോഷകാഹാരം കഴിച്ച് വളരേണ്ട പ്രായമുള്ള നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക്, അംഗനവാടി മുതൽ സ്കൂൾ തലത്തിൽ വരെ നിൽക്കുന്ന നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഞ്ഞിയും പയറും അല്ലെങ്കിൽ ചോറും എന്തെങ്കിലും കൊച്ചു കറികളും മാത്രമാണ് അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ല പോഷകാഹാരം അവരുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്ന ഒരു വിമർശനാത്മകമായ ഒരു സമീപനം കൂടി നമ്മുടെ രക്ഷിതാക്കളുടെ എല്ലാം ഉള്ളിലുണ്ട്. ആ സമയത്താണ് ഇത്രയും വലിയ വില കൊടുത്തിട്ട് നമ്മുടെ ജയിലുകളിലേക്ക് ഈ പറയുന്ന മട്ടനും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇങ്ങനെയൊരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം ഒരു പക്ഷേ സർക്കാരിൻ്റെ മുന്നിൽ ഈ നിർദ്ദേശം വയ്ക്കും. അപ്പോൾ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയോട് കൂടി ഇത് ജയിൽ നടപ്പാക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൃത്യമായി ഒരു പഠനം തന്നെ നടത്തേണ്ടി വരും. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ആധികാരികമായ ഒരു റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക. അപ്പം ഒരാൾക്ക് 100 ഗ്രാം മട്ടൺ എന്നുള്ള കണക്കിലാണ് ജയിലിൽ പണ്ട് മുതൽ നൽകി കൊടുക്കുന്നത്. അപ്പം ഇതിൽ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ശാരീരിക ക്ഷമതയില്ലാത്ത ആളുകളുണ്ട്. അപ്പം അതായത് ശാരീരികമായി അത്ര ഗുണകരമല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് അവർക്ക് മട്ടൺ പോലുള്ള ഈ റെഡ് മീറ്റ് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഗുണം ലഭിക്കുന്നില്ല. അപ്പം ഈ പറയുന്ന പ്രശ്നം മറ്റൊരു ഇതിലേക്കും പോകും. നമുക്കറിയാം, സ്വാഭാവികമായി റെഡ് മീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഭക്ഷിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ കൊളസ്ട്രോൾ രോഗബാധിതരായി നമ്മൾ ഡോക്ടർമാരെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവർ ഏറ്റവും പ്രധാനമായി നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ചിക്കൻ കഴിച്ചോളൂ, പക്ഷേ ബീഫ്, മട്ടൺ തുടങ്ങിയ ആഹാര സാധനങ്ങൾ ഒഴിവാക്കാൻ സാധാരണഗതിയിൽ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജയിൽ പുള്ളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ഒന്നാമത്തെ കാര്യം, ഈ മട്ടൺ എന്ന് പറയുന്ന മട്ടൺ എന്ന് പറയുന്ന ഇറച്ചിക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ അത്രയും വില കൊടുത്തു ഒരാൾക്ക് 100 ഗ്രാം എന്നുള്ള കണക്കിൽ ഈ മട്ടൺ വിതരണം ചെയ്യുന്നത്, സർക്കാരിന് ചിലവ് കൂടുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അസുഖബാധിതരായിരിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ ദോഷമാണ്. അവർക്ക് ആരോഗ്യ ഗുണങ്ങൾ ഒരിക്കലും നൽകുന്നുമില്ല എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന രീതിയിലാണ്. അപ്പം പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അവിടെ ചിക്കൻ, മുട്ട തുടങ്ങിയ സാധനങ്ങൾ അവർക്ക് നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിക്കൻ, മുട്ട എന്നുള്ളതാണ് പ്രോട്ടീൻ
അടങ്ങിയത്. അപ്പോൾ എല്ലാത്തരം ആളുകൾക്കും അത് കഴിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ മുട്ടയും അത് അവർക്ക് നൽകുന്നതിനെക്കുറിച്ച് കൂടി ആലോചനയിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു നിർദ്ദേശം, ഇത് ആഹാരക്കാര്യത്തിൽ നമുക്കറിയാം, ആഹാരക്കാര്യത്തിൽ പണ്ട് മുതലുണ്ടായിരുന്ന എല്ലാ രീതികളും മാറ്റി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫ്രീഡം ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്ത് തിരുവനന്തപുരത്ത്, കണ്ണൂർ തുടങ്ങിയ അല്ലെങ്കിൽ ഈ സെൻട്രൽ ജയിലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ജില്ലകളിൽ അവിടങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടും. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾക്ക് കുറഞ്ഞ ചിലവിൽ അവർക്കൊരു ഉച്ചയ്ക്ക് കുറച്ച് ആഹാരം കഴിക്കണമെങ്കിലോ ഈവനിങ് ആഹാരം കഴിക്കണമെങ്കിലോ ഒക്കെ തന്നെ നമ്മൾ ജയിൽ ഭക്ഷണങ്ങൾ നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്. കാര്യം നല്ല ഭക്ഷണമായിരിക്കും, വിലക്കുറവിൽ നമ്മുടെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഈ ജയിൽ ഫുഡ്, അതെനിക്ക് തോന്നും അലക്സാണ്ടർ ജേക്കബോ മറ്റോ DGP ആയിരിക്കുന്ന സമയത്ത് തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ്. പക്ഷേ അതിന്ന് ലാഭകരമായി ജയിലിന് ഗുണകരമായ രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ജയിൽ പുള്ളികളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ജയിലുകളുടെ പേര് മാറ്റി. ഇപ്പം നമ്മൾ പറയുന്നത് സെൻട്രൽ ജയിൽ, സബ് ജയിൽ, പിന്നെ ജില്ലാ ജയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജയിലുകളിൽ. അപ്പോൾ അങ്ങനെ ജയിലുകൾ, അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യം, തടവുകാരെ പൂർണ്ണ ശുദ്ധരാക്കി അവരിലെ തെറ്റുകുറ്റങ്ങളെല്ലാം നീക്കം ചെയ്ത് അവരെ സമൂഹത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ജയിലുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിന് അതോടൊപ്പം തന്നെ ആദ്യം അങ്ങനെ തന്നെയാണോ ഈ ജയിലുകളിൽ നടക്കുന്നത്, അതോ ഒരു കുറ്റവാളി വന്നു കഴിഞ്ഞാൽ അയാളെ കൊടും കുറ്റവാളിയാക്കിയാണോ നമ്മളുടെ ജയിലുകൾ തിരിച്ചയക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ആഭ്യന്തരമന്ത്രി, അതായത് രമേശ് ചെന്നിത്തല കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട് എന്നും ശ്രീജിത്ത് പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്കറിയാം, ജയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഗോവിന്ദച്ചാമിയിലേക്ക് തന്നെ വരാം. ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ, അദ്ദേഹം ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹം ഈ ഒരു മോഷണം നടത്തിയിട്ട് ഓടുന്ന വഴിക്ക് ട്രെയിനിൽ നിന്ന് വീണിട്ട് ആണ് അദ്ദേഹത്തിൻ്റെ ഇടതുകൈ നഷ്ടപ്പെടുന്നത്. അതിനുശേഷം ഈ ഇടതുകൈ നഷ്ടപ്പെട്ടതിൻ്റെ പുറത്ത് ഈ കുട്ടി ഭിക്ഷാടനം നടത്തുകയും ഭിക്ഷാടനം പതിയെ ക്രമേണ മോഷണത്തിലേക്ക് തിരിയുകയും പിന്നെ കൊടും ക്രിമിനലായി മാറി അദ്ദേഹം പല സംസ്ഥാനങ്ങളിലേക്ക്, ഇപ്പം മഹാരാഷ്ട്ര അടക്കം, അല്ലെങ്കിൽ അവിടെ മഹാരാഷ്ട്രയിലെ മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. ഒടുവിൽ അദ്ദേഹത്തിന് അസാമാന്യമായ കഴിവ്, അതായത് ഇടത് കൈ ഇല്ലെങ്കിൽ വലത് കൈക്ക് ആ കപ്പാസിറ്റി ഉണ്ട്. ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോവിന്ദച്ചാമി നടന്നത്. ഈ ഗോവിന്ദച്ചാമി ഇപ്പം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഗോവിന്ദച്ചാമിക്കൊരു ഉൾവിളി ഉണ്ടാകുന്നത്, എനിക്ക് ജയിൽ ചാടണം. നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, ആ ഗോവിന്ദച്ചാമി, ഒരു കൈയില്ലാത്ത ഗോവിന്ദച്ചാമിക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ജയിൽ ചാടാൻ കഴിഞ്ഞു. അത്രയും ഉയരമുള്ള ഒരു മതിൽ ചാടി ജയിലിന് പുറത്തേക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിൽ അവിടെ ഒരു ജയിൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ട്രെയിൻഡ് ആവാനുള്ള സമയം അവിടെ ലഭിച്ചു എന്നുള്ളതാണ്. അവിടെ നടന്ന ഒരു കറക്ഷനല്ല, അല്ലാന്നുണ്ടെങ്കിൽ അയാളെ ഒന്ന് തെറ്റിതിരുത്തി കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു രീതിയല്ല അക്ഷരാർത്ഥത്തിൽ അവിടെ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്തൊരു നടപടിക്രമം, അദ്ദേഹം അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, ഒരു മതിൽ എങ്ങനെ കയറാമെന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, അത് ജയിലിനുള്ളിൽ വെച്ച് നടക്കുന്നു. അയാൾ കൊടും ക്രിമിനലാണ്. അപ്പം ഇൻബോൺ ക്രിമിനൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഗോവിന്ദച്ചാമി മാറുന്നത്. ജന്മനാ തന്നെ ആ കുറ്റകൃത്യ വാസനയുള്ളത്. അപ്പം അങ്ങനെയുള്ളവരെ അവിടെ വെച്ച് പൂർണ്ണമായും കറക്റ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയാൻ നടക്കില്ല. അപ്പം അങ്ങനെ ഒരുപക്ഷെ അതിൻ്റെ പരിസ്ഥിതിയും ജയിൽ അധികൃതരുടെ അവരോടുള്ള പെരുമാറ്റവും ഇതൊക്കെ നോക്കിക്കണ്ടിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് എപ്പോഴും ഒരു കുറ്റവാളി മാനസാന്തരപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ജയിൽ എന്ന് പറയുന്ന ഒരു വാക്കിന് പകരമായി മാനേജ്മെൻറ്റ് ഏരിയ എന്നുള്ള നിലയിലേക്ക് അതിൻ്റെ പേര് മാറ്റത്തെക്കുറിച്ചും പുതിയ DGP ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ ഒരു പിന്നെ ഈ വിദേശ രാജ്യങ്ങളുടെ മോഡൽ, വിദേശ രാജ്യങ്ങളിന് കറക്ഷൻ ഹോം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആ രീതിയിൽ ഇവരെ ഇങ്ങനെ വിടാൻ ഒക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഒക്കെ പറഞ്ഞ് ഇവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക തുടങ്ങിയ ആവശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ മോണിറ്ററിംഗ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ, അവർ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ മാറ്റുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും, അതായത് ജയിൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള മാറ്റമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അതായത് അവിടെ ഒരു മാനേജ്മെൻറ്റ് ഏരിയയിൽ തുടങ്ങി അവരുടെ ഭക്ഷണം, അവരുടെ ആരോഗ്യക്രമം, അവരുടെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് മാനസികമായ നിലതെറ്റിയിരിക്കുന്ന ആളുകളുണ്ടാവും, അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നടക്കം വിശദമായ ഒരു പ്ലാനിങ്. അതായത് ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല അധികാരമേറ്റതിന് ശേഷം ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങളുടെ കൂട്ടത്തിൽ ഇതും ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന ഒരു വലിയ മാറ്റമായി തന്നെ ഇതിനെ കാണാൻ സാധിക്കും.